ഇന്ന് ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുക്കുംബർ പച്ചടി. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അധിക സമയമൊന്നും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഉച്ചയ്ക്കൊക്കെ ചോറിന് ഒരു കറിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് എടുത്തേക്കുന്നത് ഒരു 4 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അരപ്പിന് ആവശ്യമായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് കടുക്, അതുപോലെ 2 പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ 1 കപ്പ് തൈര്. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ പച്ചടി ഒന്ന് റെഡിയാക്കാം. ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കടുക് ഇട്ടാൽ മതി. പിന്നെ നമ്മളിത് അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈരിൽ നിന്ന് കുറച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഇതുപോലെ ഇത്തരം തൈരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുക്കുംബർ നേരത്തെ അരിഞ്ഞ് വെച്ചത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കുംബറിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി നമ്മൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കുംബർ അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വെക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം മാറ്റിയിട്ട് കുക്കുംബർ മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇത് അരിഞ്ഞ് വെച്ചത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് ആദ്യം എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പോളം തൈര് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തൈര് നന്നായിട്ട് ഒന്ന് കട്ടയില്ലാതെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സിയിൽ വിപ്പ് ചെയ്തിട്ടില്ല. മിക്സിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നീണ്ടുപോകും. അപ്പോൾ ഈ തൈര് ഇങ്ങനെ കട്ടയില്ലാതെ അടച്ച് വെച്ചതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആക്കുക. ഈ സമയത്ത് ചെറിയൊരു മധുരം കൂടെ ഉള്ളത് ടേസ്റ്റാണ്. പുളിയുടെ കൂടെ നമുക്ക് പഞ്ചസാരയുടെ മധുരം കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുക് വറുത്തിടണം. അതും കൂടിയേ ഉള്ളൂ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി അതിനകത്തേക്ക് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് നമുക്ക് കടുക് വറുത്തത് നമ്മുടെ പച്ചടിയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുക്കുംബർ പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.